ചങ്ങലക്കെട്ടുകളിൽ നിന്നും തന്നെ സ്വതന്ത്രനാക്കണമെന്ന പാപ്പാനെ കൊലപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആ ഒറ്റക്കൊമ്പൻ ഏവരെയും എത്തിച്ചത്. അക്രമ സ്വഭാവവും താൻ ആരുടെയും അടിമയല്ല എന്ന ചിന്താഗതിയും കൊണ്ടായിരിക്കണം ഒരിക്കലും മനുഷ്യൻ പറയുന്നത് അനുസരിക്കാനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ആജ്ഞകളനുസരിച്ച് വിനീത വിധേയനായി ജീവിതം കഴിക്കുവാനോ അവൻ തയ്യാറല്ലായിരുന്നു. ഇന്ത്യയിൽ ആനപിടുത്തം നിയമാനുസൃതമായി നിരോധിക്കുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിൽ കാട്ടിലെ ആനകളെ വാരിക്കുഴിയിൽ വീഴ്ത്തി ചതിയിലൂടെയാണ് മനുഷ്യർ പിടികൂടി നാട്ടിലെത്തിച്ച് മനുഷ്യരുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ 70കളിൽ ആനപിടുത്തം പൂർണ്ണമായും നിയമാനുസൃതമായി നിരോധിച്ച ശേഷം നമ്മുടെ രാജ്യത്ത് പലയിടത്തും പശുവിനെയും ആടിനെയും വളർത്തുന്നത് പോലെ ആനകളെ വളർത്തി ആനക്കുട്ടികൾ ജനിപ്പിച്ച് നല്ലൊരു വിലയ്ക്ക് വിൽക്കുന്നത് ഒരു ബിസിനസ്സായി മാറിക്കഴിഞ്ഞു. കാര്യം ആന നാട്ടിൽ ജനിച്ചതായാലും കാട്ടിൽ ജനിച്ചതായാലും അവന്റെ ഉള്ളിലെ വന്യത അത് താൽക്കാലികമായി മറയ്ക്കപ്പെട്ടതാണ്. എപ്പോഴാണ് ആ മറ പുറത്തു നീക്കി അവന്റെ ഉള്ളിൽ നിന്നും ആ വന്യത പുറത്തു വരുന്നതെന്ന് ആർക്കും പറയാനാകില്ല. ചട്ടമ്പി സ്വഭാവം കാരണം പുന്നത്തൂർ ആനക്കോട്ടയ്ക്കുള്ളിൽ വർഷങ്ങളായി തളയ്ക്കപ്പെട്ടിരുന്ന കൊമ്പനാണ് ഗുരുവായൂർ ചന്ദ്രശേഖരൻ എന്ന ഒറ്റക്കൊമ്പൻ. സമാന സ്വഭാവമുള്ള കൊമ്പന്മാരായ രാജശേഖരനെയും ഗോകുലിനെയും ഒക്കെ കാലക്രമത്തിൽ മികച്ച പാപ്പാന്മാരുടെ ശിക്ഷണത്തിൽ പഴയ അക്രമ സ്വഭാവമൊക്കെ മാറ്റി ഗുരുവായൂർ ക്ഷേത്രത്തിലും പുറമേയുള്ള ഉത്സവ പരിപാടികളിലും പങ്കെടുപ്പിക്കാൻ തുടങ്ങിയതോടെ ചന്ദ്രശേഖരനെയും ആ വഴിക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഒന്നാം പാപ്പാൻ ബൈജുവും രണ്ടാം പാപ്പാൻ രതീഷും ചന്ദ്രശേഖരനെ പുന്നത്തൂർ ആനക്കോട്ടയ്ക്ക് പുറമേ കൊണ്ടുപോയത്. ഇനിയുള്ള ദിവസങ്ങളിൽ ചന്ദ്രശേഖരൻ മിടുക്കനായി കോട്ടയ്ക്ക് പുറമേയുള്ള ക്ഷേത്രങ്ങളിലും പരിപാടികളെടുക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. എന്നാൽ ചന്ദ്രശേഖരനെ ചങ്ങലക്കെട്ടുകളിൽ നിന്നും സ്വതന്ത്രനാക്കി ഏതാനും ദിവസങ്ങൾ കഴിയുന്നതിനു മുൻപ് തന്നെ രണ്ടാം പാപ്പാൻ രതീഷിന്റെ ജീവൻ അവൻ അപായപ്പെടുത്തി. ഒന്നാം പാപ്പാൻ ബൈജു അവധിയിലായതിനാൽ രണ്ടാം പാപ്പാനായ രതീഷായിരുന്നു ആനയ്ക്ക് വെള്ളം കൊടുക്കാനെത്തിയത്. ഈ സമയത്ത് വെള്ളം കൊടുക്കുന്നതിനിടെ ചന്ദ്രശേഖരൻ പ്രകോപിതനാവുകയായിരുന്നു. തുമ്പിക്കൈ കൊണ്ട് രതീഷിനെ തട്ടി വീഴ്ത്തിയ ശേഷം വേഗത്തിൽ ആക്രമിക്കുകയായിരുന്നു. ഒപ്പമുള്ള പാപ്പാന്മാർ ബഹളം വച്ചെങ്കിലും രതീഷിന്റെ ജീവൻ രക്ഷിക്കാനായില്ല.